അറിവ് ലഭിക്കാത്ത മക്കളുടെ ഇടയിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ദൈവം നമ്മെ അനുവദിച്ചു തന്നിരിക്കുന്നു. ക്രിസ്തീയ സഭയിൽ പുരോഹിതനും അവരുടെ ശുശ്രൂഷയായ ബലിയർപ്പണവും ഇന്നും തുടരുന്നുണ്ടോ എന്ന് അറിയുന്നതാണല്ലോ നമ്മുടെ വിഷയം. പുസ്തകത്തിലെ വിഷയം ഇതാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. തർക്കമുണ്ടായിരുന്ന വിഷയം ഇതായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞു. ഇതിനെപ്പറ്റി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഈ വിഷയത്തിൽ ഇതിനോടകം പലരും കേട്ടിരിക്കും. ഞാനും അത് പലപ്പോഴും കേൾക്കാൻ ഇടയായിട്ടുണ്ട്. എന്തെന്നാൽ ഞാൻ വിശ്വാസത്തിലേക്ക് ആരംഭത്തിൽ വരുമ്പോൾ കത്തോലിക്ക സഭയിലെ ഈ പൗരോഹിത്യവും ഈ കുർബാനയും ഒക്കെ സംബന്ധമായിട്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശരിയെന്താ തെറ്റെന്താ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് പല സംവാദങ്ങളും അതിനു മുൻപേ ഞാൻ കേട്ടിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന മേഖലയിലും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലും എല്ലാം ഇപ്രകാരം ഒരു സംവാദം തന്നെ നടന്നിരുന്നത് ഇതിനു മുൻപ് ഞാൻ കേട്ടിരുന്നു. എങ്കിലും ശക്തവും ദൃഢവുമായ ഒരു തീരുമാനം എനിക്കോ നമ്മിൽ പലർക്കുമോ എനിക്കതുവരെയും നമ്മളിൽ പലർക്കും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാം ഗ്രഹിക്കണം. മാനുഷികമായ കാഴ്ചപ്പാടുകളോ പാരമ്പര്യം ചൂണ്ടിത്തരുന്ന ഏതെങ്കിലും ദൃഷ്ടാന്തങ്ങളോ ഇക്കാര്യത്തിൽ യഥാർത്ഥമായ ഒരു ഉത്തരം തരാൻ പര്യാപ്തമല്ല എന്ന് നാം അറിയണം. എന്തെന്നാൽ പാരമ്പര്യത്തെക്കുറിച്ച് കർത്താവ് നാം പാരമ്പര്യത്തിലാണ് എന്ന് അവകാശപ്പെടുന്നവരോട് തന്നെ അന്ന് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാരമ്പര്യം മൂലം നിങ്ങൾ ദൈവവചനത്തെ നിരർത്ഥകമാക്കുന്നു. പാരമ്പര്യം മൂലം ദൈവവചനത്തെ നിരർത്ഥകമാക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം അറിയാൻ സമ്മതിക്കാത്ത ഒരു മൂടുപടമാണ് നമ്മിലുണ്ടായിരുന്ന പാരമ്പര്യം എന്ന് എനിക്കും അന്ന് മനസ്സിലായി. അതുകൊണ്ട് പാരമ്പര്യം ചൂണ്ടിത്തരുന്ന ഒരു കാര്യം ഈ വിഷയത്തിന് ഉത്തരമല്ല. അതിനാൽ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏകവും പ്രഥമവുമായ മാർഗരേഖ സാക്ഷാൽ ദൈവവചനമായ ബൈബിൾ തന്നെയാണെന്ന് അറിയുന്നത് കൊണ്ട് ഈ വിഷയത്തെപ്പറ്റി ബൈബിൾ എന്തുത്തരം പറയും എന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് യേശുക്രിസ്തു തൻ്റെ ശരീരം കാൽവരിയിൽ ബലിയർപ്പിച്ചിട്ട് ഏകദേശം 2000-ഓളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഓർമ്മയാചരണം ക്രിസ്തീയ സഭകളിൽ വ്യത്യസ്ത ശുശ്രൂഷകളിലൂടെ തന്നെ ഇന്നും തുടരുന്നു. കാരണം അവസാന അത്താഴ ദിവസം അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് യേശു പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. തന്നിൽ വിശ്വസിക്കുന്ന സകലർക്കും ഈ കൽപ്പന ബാധകമാണ് എന്ന് ബൈബിൾ സ്പഷ്ടമാക്കുകയും ചെയ്തു. ഈ കാരണത്താൽ ക്രിസ്തീയ സഭകളിൽ ഇന്നും വിവിധ ഇനം ശുശ്രൂഷകളിലൂടെ കാൽവരി ബലിയുടെ ഓർമ്മയാചരണം നടക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓർമ്മയാചരണം കുർബാന എന്ന പേരിൽ പാപപരിഹാര ബലിയായി ഇന്നും തുടരുന്ന കത്തോലിക്ക സഭ മുതലായ ജനകോടികൾ വിശ്വസിക്കുന്ന സഭകളിൽ എത്രത്തോളം ആഴത്തിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ കാൽവരി ബലിയുടെ ആവർത്തനം തന്നെയാണ് ഇതെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുകയും അണികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അതെ, ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ ആവർത്തനവും അതിൻ്റെ ഓർമ്മയാചരണം എന്ന പേരിൽ നടത്തുന്നത് ബലിയുമാണെന്ന് ഇക്കൂട്ടർ പഠിപ്പിക്കുന്നു. നമുക്ക് പരിശോധിക്കാം. ബൈബിളിൽ യേശുക്രിസ്തുവിന് മുൻപും യേശുക്രിസ്തുവിന് ശേഷവുമുള്ള 2 പ്രധാന കാലഘട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതായത് പഴയ നിയമ കാലഘട്ടവും പുതിയ നിയമ കാലഘട്ടവും. പഴയ നിയമകാലത്ത് പ്രാധാന്യമർഹിക്കുന്ന വിഷയം ദൈവം അബ്രാഹാമിനെ വിളിച്ച് സ്വന്തം നാട്ടിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും മാറ്റി പാർപ്പിച്ച ശേഷം
അവൻ്റെ പിന്തുടർച്ചക്കാരായ സന്തതികളെക്കുറിച്ച് നൽകുന്ന വാഗ്ദാനമാണ്. അതായത് അബ്രാഹമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളിലൂടെ 430 വർഷം കൊണ്ട് പെരുകി വർദ്ധിച്ചു വന്ന ഇസ്രായേൽ സമൂഹത്തെ പറ്റി തന്നെ. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നാണ് ഈ ജനതയെപ്പറ്റി ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നാണ് ഈ ജനതയെപ്പറ്റി ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ഈ ജനതയെ ദൈവം തൻ്റെ ശക്തിയാൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ എന്ന തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് മോശ വഴി നയിക്കുന്ന വിവരണങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. പുറപ്പാട് പുസ്തകം വിവരിക്കുന്നത് പോലെ ചെങ്കടൽ കടന്ന് അക്കരയെത്തുന്ന ഇസ്രായേൽ ജനത്തിന് വാഗ്ദാന ദേശത്ത് ദൈവം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന പേരിൽ, അതെ, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന പേരിൽ ദൈവത്തിന് പ്രീതികരമായി വർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് ഗ്രഹിക്കാൻ സീനായി മലയിൽ വെച്ച് മോശ വഴി അവർക്ക് പ്രമാണം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനതൊന്ന് വിവരിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. എന്തെന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിളിക്കണമെങ്കിൽ അതൊരു പ്രത്യേകത അവരിൽ ഉണ്ടായിരിക്കുവാൻ ദൈവം തീരുമാനിച്ചായിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടപ്പെട്ട ജനമെന്നും സ്വന്തം ജനമെന്നും വിളിക്കണമെങ്കിൽ അതിന് പ്രത്യേക അർത്ഥം തന്നെ ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരുക്കമുള്ള ഒരു ജീവിതം നയിക്കുന്നവരെ ദൈവം തൻ്റെ സ്വന്തം ജനമെന്ന് വിളിക്കും. അന്നുവരെ നിയമങ്ങളെക്കുറിച്ച് അറിയാതിരുന്ന ആ സമൂഹത്തിന് മോശയെ വിളിച്ച് സീനായി മലയിലേക്ക് കയറ്റിയിട്ട് 2 പ്രാവശ്യമായിട്ട് 40 80 ദിവസം മോശയോട് ദൈവം നേരെ സംസാരിച്ചിട്ട് തൻ്റെ വിരലുകളാൽ തന്നെ പ്രമാണം എഴുതി മോശ വഴി ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നു. എന്തിനാ? തൻ്റെ ജനത എന്ന് വിളിക്കപ്പെടാൻ അവർ പാലിക്കേണ്ട നിയമങ്ങളാണ് കൊടുത്തത്. അഴിഞ്ഞാട്ടമുള്ള ഒരു ജീവിതമല്ല ദൈവമക്കളുടെ പദവിയിൽ നിൽക്കുന്നവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നാം ഇതിനാൽ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സീനായി മലയിൽ വെച്ച് അവർക്ക് കൽപ്പന കൊടുത്തു. പുറപ്പാട് പുസ്തകത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. 19-ാം അധ്യായം 5 to 8, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിക്കുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. ആമേൻ. ആ നിയമത്തിൽ അനുശാസിക്കുന്നതെല്ലാം കൃത്യമായി അനുസരിക്കണമെന്നും അല്ലാത്ത പക്ഷം ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ശിക്ഷയായി വരുമെന്നും മോശ വഴി ദൈവം അവരെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തനിക്ക് ഒരുക്കമുള്ള ഒരു ജനതയായി തീരാൻ എന്ത് വേണമെന്ന് മോശയിലൂടെ അവരെ പറഞ്ഞ് ഗ്രഹിപ്പിച്ച് അവിടുന്ന് പഠിപ്പിക്കുന്നു.